നിലവിൽ ബി.ജെ.പി ബഹിഷ്കരിച്ച ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ ബി.ജെ.പിയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് തന്നെ ഒന്ന് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടുപോയത് സംസ്ഥാനത്തെ ബി.ജെ.പി അധ്യക്ഷനാണ്. ഇന്നിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റിൽ പറയുന്നത് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നു എന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ വി എൻ വാസവൻ ദേവസ്വം മന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ഈ മെസ്സേജ് വായിച്ചതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗികമായ രാഷ്ട്രീയ വിജയം എന്ന് പറയാനുള്ള കാരണം വിശ്വാസികൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക സംഗമമായിരുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഭാഗികമായതിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ്. മാസ്റ്റർ പ്ലാൻ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് വിജയിപ്പിക്കണമെങ്കിൽ പൊതുവായിട്ട് ജനങ്ങളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തൊരു രീതി നമ്മുടെ നാട്ടിലില്ല. കാരണം ഏതു പദ്ധതിയുടെയും മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഗ്രൂപ്പാണ് തയ്യാറാക്കുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും എക്സ്പേർട്ടുകളാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു. ഇന്ത്യയിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഭക്തജനങ്ങളെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതേപോലെ ഒരു വികസന പദ്ധതി നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? 2019 ശേഷം സംഭവിച്ച 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് നവോത്ഥാനം വളരെ വേഗത്തിൽ നടപ്പിലാക്കാമെന്ന ഒരു തെറ്റിദ്ധാരണയോടുകൂടി ആ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനായിട്ട് ഇടത് സർക്കാർ ഇറങ്ങിത്തിരിച്ചു. അവിടെ സംഭവിച്ചിരിക്കുന്ന അപാകത എന്താ? നവോത്ഥാനം ഒന്നും നമ്മുടെ നാട്ടിൽ നടപ്പാവില്ല എന്ന് പറയാനാണ് പ്രതിപക്ഷവും സംഘപരിവാറും ഒക്കെ അന്ന് ശ്രമിച്ചത്.